ലോകത്ത് ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കൂറും നന്ദിയും പുലർത്തേണ്ടത് എന്ന് ഒരു ശിഷ്യൻ ചോദിച്ചപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവ് ചോദിച്ചു, പിന്നെ ആരോട്? മാതാവാന്ന് മനസ്സിലായ അടുത്ത ആളാരാന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്. അപ്പോഴും വന്നു, നിന്റെ മാതാവിനോട്. ചോദ്യകർത്താവിന് അത്ഭുതം തോന്നി. മാതാവാണെന്ന് ഒരിക്കൽ പറഞ്ഞു, മനസ്സിലായി. രണ്ടാമത്തെ ആളാരാണെന്നാണ് ചോദിച്ചത്, അപ്പോഴും അതെന്നെ പറയുന്നു. മൂന്നാം വട്ടം ചോദ്യകർത്താവ് വിടാതെ പിടികൂടിക്കൊണ്ട് ചോദിച്ചു, അടുത്ത ആളാരാണോ? ഹൂ ഈസ് ദ നെക്സ്റ്റ്? നിസ്സംഗനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, നിന്റെ മാതാവിനോട്. അത്ഭുത പരതന്ത്രനായ ചോദ്യകർത്താവ് നാലാമതും ആവർത്തിച്ചു, പിന്നെ ആരോട്? പ്രവാചക തിരുമേനി പറഞ്ഞു, നിന്റെ പിതാവിനോട് എന്ന്. മാനവരാശിയുടെ 3 റാങ്കും അടുക്കളക്കാരി കൊണ്ടുപോയി. അവളുടെ ഗർഭത്തിലെ ത്യാഗം കൊണ്ടുപോയി. 9.5 മാസത്തെ ജീവത്യാഗം. 9.5 മാസം അവളുടെ വയറ്റിൽ ചുരുണ്ടുകൂടി കിടന്ന കാലത്ത് അനുഭവിച്ച സ്വസ്ഥത നീ ഒരു കാലത്തും അനുഭവിച്ചില്ല. അന്നും നീ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. ജനിച്ചപ്പോഴല്ല ഉണ്ടായത്. മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞു കോട്ടുവായിടുന്ന ചിത്രം അടുത്ത കാലത്ത് ഒരു പാശ്ചാത്യ ഡോക്ടർ പ്രസിദ്ധീകരിച്ചു. മാതാവിന്റെ വയറ്റിൽ നിന്നൊരു കുഞ്ഞു കോട്ടുവായിടുന്ന ചിത്രം. നീ അതിനു മുമ്പ് ഉണ്ടെങ്കിൽ നിനക്ക് വായു വേണം, ഊർജം വേണം, പോഷകാംശം വേണം, ആഹാരം വേണം. അതൊക്കെ നീ നിന്റെ മാതാവിന്റെ ചോരയിൽ നിന്ന് ഊറ്റിക്കുടിച്ചു. മാതാവിന്റെ ചോരയിൽ നിന്ന് നീ ഊറ്റിക്കുടിച്ചു. അതിനുവേണ്ടി നിന്റെ ശരീരത്തിലേക്ക് കരുണാമയനായ ദൈവം കേബിൾ വയറിട്ട് നൽകി. കേബിൾ വയറ് അത് നിന്റെ വയറ്റത്തേക്ക് ഘടിപ്പിച്ചു. നിന്റെ മാതാവ് പ്രസവിച്ചപ്പോ കാണാൻ അത്രയൊന്നും ചന്തമില്ലാത്ത നാര് നിന്റെ വയറ്റത്ത് തൂങ്ങിക്കിടന്നു. നഴ്സിന്റെ കയ്യിലേക്കോ പേറ്റിച്ചിയുടെ കയ്യിലേക്കോ ബന്ധുക്കളുടെ കയ്യിലേക്കോ നിന്നെ ഏൽപ്പിച്ചപ്പോ നീ ആണാകട്ടെ പെണ്ണാകട്ടെ നിന്റെ വയറ്റത്തെ ആ നാര് അത് മാതാവിന്റെ ശരീരത്തിൽ നിന്ന് നീ ചോര ഊറ്റിക്കുടിക്കാൻ ഉപയോഗിച്ച കേബിൾ വയറാണ്. അതവിടെ തന്നെ കിടന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മെല്ലെ മെല്ലെ ഉണങ്ങിപ്പോയി. ഉണങ്ങിയപ്പോഴും ആ കേബിൾ വയറിട്ട് കൊടുത്ത ആ സ്ഥലം ദൈവം ഒരു സീല് കുത്തി. നിന്റെ നന്ദികേടിന് പകരം, നിന്റെ മറവിക്ക് പകരം. പൊക്കിൾ കുഴിയെ കുറിച്ചൊക്കെ പലരും എഴുതിയിട്ടും പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം. അത് പ്രാണനെ പഠിക്കാത്തത് കൊണ്ടാണ്. പ്രാണനെ പഠിച്ചവർക്ക് പൊക്കിൾ കുഴി മാതൃത്വത്തിന്റെ ചിഹ്നമാണ്, കാരുണ്യത്തിന്റെ ചിഹ്നമാണ്. ഈ ലോകത്ത് ഏറ്റവും അധികം കരുണ നടക്കുന്ന സ്ഥലം ഗർഭാശയമാണ്. ആ കാരുണ്യം ലോകത്ത് എവിടെയുമില്ല. അറബ് ഭാഷയിൽ റഹ്മം എന്നാണ് ഗർഭാശയത്തിന് പറയാ. എന്തൊരു അത്ഭുതം! കാരുണ്യത്തിന് അറബ് ഭാഷയിൽ റഹ്മത്ത് എന്നാണ് പറയാ. ബന്ധം ചേർക്കുന്നതിന് അറബി ഭാഷയിൽ സിലത്തുർ റഹ്മ എന്നാണ് പറയാ. ഒക്കെ റാഹമീം. ആ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്നു. നീ വലിയ ആളായിപ്പോയി. നീ ആകാശം മുട്ടെ വളർന്നു. നീ വലിയ ബിരുദധാരിയായി. നീ വലിയ യോഗ്യനും ശമ്പളക്കാരനുമായി. അമ്മയെന്നും അമ്മ തന്നെ. വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ അമ്മയുടെ മുമ്പിൽ നീ ചെറുതാകുന്നതിന് പകരം നീ വലുതാകാൻ ശ്രമിച്ചു. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കിടന്ന് മരിച്ച പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കണം. മുൻ MLA-മാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സിനിമാ നടന്മാർ വൃദ്ധസദനങ്ങളിൽ വെച്ച് അവർ മരണപ്പെടുന്നു. മക്കൾ നോക്കാൻ തയ്യാറല്ല, മക്കൾ അടുത്തു നോക്കുന്നില്ല.